ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എൻ്റെ ഡ്രസ്സ് മാറലും പരിപാടിയൊക്കെ കഴിയുന്നില്ലാത്ത ചേട്ടൻ ചോറ് വാർത്തിട്ടുണ്ട്. നമ്മുടെ ഉച്ചക്കൂട്ടൻ ഒരു ഇത്തിരി ചോറിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കണതാണ് കാണുന്നത്. 5 മണിയായിട്ടുള്ള, പക്ഷെ അവൾക്ക് വിശക്കുന്നുണ്ട്. ചിലപ്പോഴൊന്നും രാത്രി ഒന്നും ഇട്ട് കൊടുത്താൽ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ അങ്ങനെ കഴിച്ചിട്ടില്ല, അത് കാരണമാണ് അവളങ്ങനെ വിശന്ന് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം അവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് അലക്കാനിട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സോപ്പും പൊടി എവിടെയോ വാങ്ങിച്ചുകൊണ്ട് വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ കാട്ടി തന്നതാണ്. അതങ്ങനെ ഇട്ടിട്ട് അപ്പോൾ അലക്കാനുണ്ടെങ്കിൽ എപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇടുമ്പോഴാണ് കേട്ടോ എനിക്കത് പിന്നെ അത് കറക്റ്റായിട്ട് കിടന്നുള്ളൂ. നമുക്ക് ഒഴിവാകുമ്പോൾ പോയിങ്ങാണ്ട് വിരിച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ അത് ഇവിടെ ആയ കാരണമാണ് കേട്ടോ. മുകളിൽ മെഷീനായിരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും എപ്പോഴും നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അടുക്കളയുടെ ചുറ്റുവട്ടത്ത് വാഷിംഗ് മെഷീൻ കിടക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ മുകളിലും കുറേ നാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം. അതൊന്നും വേണ്ട, അടുക്കള ജോലിയോട് ഒപ്പം തന്നെ അലക്കലിൻ്റെ പണിയും കഴിക്കാം കേട്ടോ. പിന്നെ പൂച്ചക്കുട്ടിക്കുള്ള ചോറ് തച്ചിട്ട് ചെമ്മീൻ പൊടിച്ചിങ്ങാട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ പൊടിച്ചില്ല, അവർ കഴിക്കണേ ഇല്ല കേട്ടോ. ഞാനങ്ങനെ കള്ളത്തരം പഠിപ്പിച്ചു. ആദ്യം ഇഡ്ഡലിയും ദോശയും എല്ലാം അതും കഴിച്ചാറുണ്ടാണ്. ഗോതമ്പിൻ്റെ ഐറ്റംസ് ഇപ്പോഴും കഴിക്കുന്നുണ്ട്, പക്ഷേ ബാക്കിയുള്ളതൊന്നും അങ്ങനെ കഴിക്കുന്നില്ല. പിന്നെ ഇന്നലെ പച്ചക്കറികളൊന്നും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പറയില്ല, ഇനിയും പച്ചക്കറി അരിയാനൊക്കെ പിന്നെ നേരം വൈകും. തലേദിവസം ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നലെ 10 മണിക്ക് കറക്റ്റ് കിടന്നുറങ്ങാൻ പറ്റി. അത് കാരണം കറക്റ്റ് 5 മണിക്ക് തന്നെ കണ്ണ് തുറന്നു. സമയത്തിന് കിടന്നുറങ്ങിയാൽ മാത്രമാണ് സമയത്തിന് എഴുന്നേറ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവുള്ളൂ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താ ചെയ്യുക, പിന്നത്തെ ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. പക്ഷെ പറ്റാണ്ടായ എന്നെപ്പോലെ ഓർക്കൊക്കെ വയ്യാണ്ടായി കണ്ണിൻ്റെ തടക്കെ കറക്കും. അതാണ് എല്ലാവരുടെയും പ്രശ്നങ്ങൾ അതൊക്കെ തന്നെയാണ് അല്ലേ. സമയമില്ലായ്മ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ വീട്ടിലിരിക്കണവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വീട്ടിലിരിക്കണവർക്കും പണിയെടുക്കണവർക്കൊക്കെ പണിയുണ്ട്. അപ്പോൾ അങ്ങനെ പച്ചക്കറികളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് പുറത്തേക്ക്. കുറേ പച്ചക്കറികൾ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാ പ്രാവശ്യം മാർക്കറ്റിൽ നിന്ന് ചേട്ടൻ ശനിയാഴ്ച വൈകുന്നേരം മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇഷ്ടം പോലെ പച്ചക്കറി ഉണ്ടാവും കേട്ടോ. നമ്മൾ 50 രൂപയ്ക്കാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 50 രൂപയ്ക്കാണ് ചേട്ടൻ മേടിച്ചിട്ട് 100 രൂപയ്ക്ക് മേടിക്കണ്ടോന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ എന്നോട് നുണ പറയുന്നതാണോന്ന് അറിയില്ല. ചേട്ടൻ അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്. ഞാൻ വില കൂടുതലിൻ്റെ ഒന്നും വാങ്ങിക്കണ്ടെന്ന് പറയുമ്പോൾ കൂടുതൽ വാങ്ങിച്ചു കൊണ്ടിട്ട് അത് ഇത്രയായുള്ളൂ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ചേട്ടനുണ്ട്. അങ്ങനെയാണോന്ന് അറിയില്ല. പക്ഷേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണത് നല്ല ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ചായ കുടിച്ച് കണ്ടിട്ട് അപ്പോൾ ഈ സാമ്പാർ കഷ്ണത്തിൻ്റെ കഥ പറയുന്നത് വെട്ടുകാരിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അധികം ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി തൃശ്ശൂരിൽ നിന്ന് തന്നെ വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറയാണ്. സാധാരണ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 3-4 ദിവസത്തേക്ക് നമുക്ക് പച്ചക്കറി ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു സാമ്പാറും ഒരു അവിയലും മാത്രം വെക്കാനുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ അത്ര തന്നെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ തൃശ്ശൂരിൽ നിന്ന് ശനിയാഴ്ച വൈകുന്നേരം കേട്ടോ, അപ്പോൾ വാങ്ങിക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ. സൺഡേ അല്ലേ, പിന്നെ അവർക്ക് പച്ചക്കറികൾ കേടായി പോണ കാരണം എന്താണെന്ന് അറിയില്ല, അങ്ങനെ കൂടുതൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടാ ഇതിൽ മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മത്തങ്ങ ഈ ഒരു കഷ്ണമാണ് കിട്ടിയത് എന്നുള്ളത് ചോദിക്കേണ്ടതാണ് കേട്ടോ. എനിക്ക് 2-3 കറികളിലേക്ക് ആക്കാനുള്ള മത്തങ്ങയൊക്കെ കിട്ടാറ് പതിവുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാർ കഷ്ണത്തിൻ്റെ കഥയായില്ലേ ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ ഇന്നലെ വട്ടപ്പത്തിരിയും ചിക്കൻ കറിയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റെസിപ്പി വീഡിയോ അല്ല, കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കിയോളാം. അപ്പോൾ വട്ടപ്പത്തിരി ടേസ്റ്റ് വൈസ് എപ്പോഴും നൈസ് പത്തിരിയൊക്കെ തന്നെയാണ്. എന്നാൽ കൂടി നമുക്കിപ്പോൾ അധികം ടൈമില്ല. പക്ഷേ ഒരു പത്തിരിയുടെ ടേസ്റ്റിൽ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചത്. നൈസ് പത്തിരി എന്നെ സംബന്ധിച്ച് എനിക്ക് ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ചപ്പാത്തി പരത്തണ അതിലുണ്ട്, എന്താ ഇപ്പോൾ പറയുക, ചപ്പാത്തി പ്രസ് അതന്നെ, അതിൽ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും പത്തിരി ഉണ്ടാക്കാനായിട്ട് തോന്നാറില്ല. പക്ഷേ ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ എനിക്കും തുടക്കത്തിലൊക്കെ നൈസ് പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ ഈസിയായി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ അവിയലിനൊരു പ്രത്യേകതയുണ്ട്, മാങ്ങ ഇട്ടിട്ടുള്ള അവിയലാണ് കേട്ടോ. അപ്പോൾ മാങ്ങ ഇട്ടിട്ടില്ല, ബാക്കിയുള്ള കഷ്ണങ്ങൾ നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് അതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂട്ടിത്തിരുമ്പാണ് കേട്ടോ. അപ്പോൾ ചട്ടിയിലേക്ക് ഇടുന്നതിന് മുന്നേ തന്നെ വേണമെങ്കിൽ കുരുമുളകല്ലല്ലോ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇന്ന് ഒക്കെ തപ്പും തടയില്ല അല്ലേ ശബ്ദത്തിൽ. അപ്പോൾ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ സദ്യ അവിയലൊക്കെ ഇത്തിരി മുളക് പൊടി ചേർത്തിട്ടാണ് കളറ് മാറുന്നത്. എനിക്കെന്തോ മഞ്ഞ കളറാണ് ഇഷ്ടം. അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കേട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അരപ്പിനായിട്ട് നാളികേരവും ജീരകവും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇടാൻ ഇഷ്ടമില്ലാത്തവരും ഇടണ്ട. പക്ഷേ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും അവിയലിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട് കേട്ടോ. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്.
അപ്പോൾ അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ച് അത്യാവശ്യം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരീച്ച വെള്ളം അതിലുണ്ട്, പക്ഷെ ഞാനത് വറ്റിക്കാൻ നിന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ അരപ്പിൽ ഒട്ടും വെള്ളമില്ലല്ലോ. എന്ന് വെച്ചാൽ മാങ്ങ ഇടുന്ന കാരണം കൊണ്ട് തൈരൊന്നും ചേർക്കാത്ത കാരണം അരപ്പിൽ ഒട്ടും വെള്ളമില്ല. അതൊന്നും ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ തിരിച്ച് വെള്ളം എന്തായാലും നമുക്ക് ഇതിലേക്ക് ആവശ്യം തന്നെയാണ്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒരു മാങ്ങയുടെ പകുതി മാത്രം കേട്ടോ. അങ്ങനെ കുറേ മാങ്ങ വെച്ചിട്ട് അവിയലെന്ന് വിചാരിച്ചിട്ട് കുറേ മാങ്ങ അതിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അവിയലൊക്കെ പുളി കൂടിയ ഒന്നിനും കൊള്ളില്ല നമുക്ക്. അപ്പോൾ ഒരു മാങ്ങയുടെ പകുതി മാത്രം ഇട്ടു. അപ്പോൾ തൈരില്ലാത്ത അവസരത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ചിലവർക്ക് ഈ മാങ്ങിയിട്ട അവിയലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷേ എനിക്ക് തൈര് കൂട്ടി തന്നെയാണ് കൂടുതലിഷ്ടം. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഇതും ടേസ്റ്റ് കുറവ് എന്നൊന്നും പറയാനൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ മാങ്ങയും കൂടി ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ടില്ല, ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാളികേരം ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. തൈര് ഒഴിക്കാത്ത കാരണം തന്നെ ഇത്തിരി സമയം എടുത്തു. അതെടുത്ത് കാട്ടുക നമ്മുടെ ഇതിലേക്ക്. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്തു. ചേനയാണല്ലോ ഇത്തിരി വേവ് കൂടുതൽ, അത് അടിയിൽ നിരത്തും, എന്നിട്ട് ബാക്കിയുള്ളതാണ് മുകളിലൊക്കെ ഇടുക കേട്ടോ. എന്നിട്ട് ബാക്കി അരപ്പും കൂടി ചേർത്തും. അപ്പോൾ കഷ്ണം നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ടില്ല. ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് ആ മാങ്ങേനെ നുടച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മാങ്ങ കഷ്ണങ്ങളായിട്ട് കടിക്കാൻ എന്തോ ശരിയാവില്ല എന്നൊരു തോന്നൽ. അപ്പോൾ അത് കാരണം അത് നന്നായിട്ട് ഉടച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലും കൂടി, വെളിച്ചെണ്ണയ്ക്ക് ഇത്തിരി കൂടുതൽ തന്നെ വേണം, ഇട്ടിട്ട് മൂടി വെച്ചു ലോ ഫ്ലെയിമിൽ ഒരു ഇത്തിരി നേരം കൂടി ആക്കി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയോളൂ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് മുന്നേ ഞാൻ ചെറുപ്പത്തിലൊന്നല്ല, കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതേപോലെ ഒരു സീരിയലിൽ വത്സലകുമാരി അങ്ങോട്ട് ഒരു നടിയില്ലേ, ഇത്തിരി തമ്പുരാട്ടി മോഡലിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. തമ്പുരാട്ടിനെയും തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പോൾ ആളുടെ ഒരു സീരിയൽ ആളിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചള്ള് മാങ്ങിയിട്ടിട്ട് അവിയൽ വെച്ചാൽ നല്ല ടേസ്റ്റാണെന്നൊക്കെ. അപ്പോൾ അതുപോലെ ആദ്യമായിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടോ. പിന്നെ ഒരു രസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു മിക്സിയിൽ ജാറെടുത്ത് അതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. കുരുമുളക് ഇട്ടാൽ മതി. അതിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരിത്തിരി വെളുത്തുള്ളിയും ചുവന്നുള്ളി വേണമെങ്കിൽ ഇടാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ചുവന്നുള്ളി കൂടി ഇട്ടാൽ അതിൻ്റെ കൂടി ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ തക്കാളി വേണമെങ്കിൽ ഒരു 1/4 ഭാഗം അരിഞ്ഞതിൽ കടിക്കാനായിട്ട് വെക്കാം, അല്ലെങ്കിൽ വഴറ്റെണ്ണയിൽ ഇങ്ങനെ അരയ്ക്കാണ്ട് അങ്ങനെ ചേർക്കണം, നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഒക്കെ. അപ്പോൾ ഞാൻ ഇതെല്ലാതും കൂടി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുകാണ് പൊട്ടിക്കേണ്ടത്. കടുക് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, വൈകുന്നേരം വന്ന് നോക്കിയപ്പോൾ കണ്ടു കേട്ടോ. വെച്ചാൽ കടുക് ഇല്ലയെന്നും പറഞ്ഞ് കടുക് വാങ്ങിപ്പിച്ച് അത് കൊണ്ട് എടുത്ത് വയ്ക്കാൻ നോക്കിയപ്പോൾ കടുക് കണ്ടുപിടിച്ചു. അങ്ങനെ ഉലുവിട്ടു, അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇട്ടു. പിന്നെ നമ്മുടെ ഈ അരപ്പും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ മല്ലി നമ്മളതിലേക്ക് ക്രഷ് ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർത്തില്ല, എനിക്കിഷ്ടമില്ല. അപ്പോൾ നന്നായിട്ട് മൂപ്പിക്കുക. അപ്പോൾ തക്കാളി ഞാൻ പറഞ്ഞ പോലെ അരക്കണതിന് പകരം വേണമെങ്കിൽ ഇതിലിട്ടിട്ട് വഴറ്റണമെങ്കിൽ വഴറ്റാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ച് എണ്ണ തെളിയുന്നവരെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കോൽപ്പുളി പിഴിഞ്ഞത്, മാങ്ങ കൊണ്ട് രസവും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ തമിഴ് ചാനലിലൊക്കെ. ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ആ കോൽപ്പുളിയൊക്കെ ഒഴിച്ചു, ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്നും തിളയ്ക്കണം. രസം തിളയ്ക്കരുതെന്നാണ് പറയുക, പക്ഷേ എനിക്ക് തിളപ്പിക്കാതെ രസം ഇഷ്ടമില്ല, അത് കാരണം ഞാൻ തിളപ്പിക്കും കേട്ടോ എപ്പോഴും. കുറച്ച് മല്ലിയിലയും കൂടിയും പൊട്ടിച്ചിട്ടു. മല്ലിയില നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് ഓർമ്മയില്ലാണ്ട് മുറ്റത്ത് പോയി നുള്ളി പൊറിച്ച് കൊണ്ടുവന്ന് കണ്ടിട്ട് ഒരു തരി മാത്രം ഇട്ടു കേട്ടോ. ഇതിലേക്ക് കുറച്ച് പരിപ്പ് വേവിച്ചതും ഉടച്ചതും കൂടി ചേർക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപ്പ് ചേർക്കാത്തവരുണ്ടെങ്കിൽ ഇത്തിരി പരിപ്പ് ചേർത്ത് കണ്ട് പ്രാവശ്യം ഉണ്ടാക്കി വയ്ക്കുള്ളൂ. ഞാൻ ആ വേവിക്കേണ്ട മണിക്ക് അങ്ങനെ പരിപ്പ് ചേർത്തില്ല. അതിനിടയിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിട്ടു. അത്രയുള്ള പരിപാടി. പിന്നെ ഇനിയിപ്പോൾ ചേട്ടനൊക്കെ ചോറുമൊക്കെ പകർത്തണം കേട്ടോ. പിന്നെ അടുക്കളയിൽ എപ്പോഴും പാത്രം കഴുകാൻ ഓരോന്നോരോന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്ര കഴുകി ഒതുക്കി വെച്ചാലും എന്താ പറയുക, അക്ഷയപാത്രമെന്ന് പറയും അല്ലേ, അടുക്കളയിലെ സിങ്ക്. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കും. അപ്പോൾ രസം തിളച്ചിട്ടുണ്ട്, അത് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ എന്താ എൻ്റെ രസത്തിന് ചുവപ്പ് കളർ വന്നതെന്ന് എനിക്കറിയില്ല, ചെറിയൊരു മഞ്ഞ കളറാണ് എനിക്ക് സാധാരണ അങ്ങനെ വരാറ്. ഇന്ന് എന്ത് പറ്റിയാവോ. പിന്നെ അത് ആ രസം ഞാൻ ഒരു കുട്ടിക്കാലത്തിലേക്ക് ഒഴിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കിയാണെന്ന് കണ്ടപ്പോൾ ചോറ് നിർത്താൻ പോയ ആൾ വന്ന സ്പീഡിൽ തന്നെ തിരിച്ചോടിപ്പോയി. അത് കഴിഞ്ഞ് രസം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു വന്നു ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വന്നെടുത്തു കേട്ടോ. ചോറ് ചേട്ടന് ഉണ്ണാൻ വേണ്ടിയിട്ടാണ്, വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഒന്നും തയ്യാറാക്കി വയ്ക്കാത്ത കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ടൈം കിട്ടില്ല എന്ന് എനിക്കറിയാം. 7 മണി ആയിട്ടുള്ളൂ. 7 മണി കഴിഞ്ഞപ്പോഴേക്കും പണികളൊക്കെ കഴിഞ്ഞു. പക്ഷേ തമ്മനയിൽ ഉണ്ടാക്കണ ഒരു പണിയും കൂടി ഉണ്ടായ കാരണം
നമുക്കങ്ങനെ ബാക്കി അധികം ജോലികളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആ 2 പാത്രങ്ങളും കൂടി അങ്ങനെ കഴുകി വെച്ചു. ചേട്ടൻ അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ ഒരു സീരിയസ് മാറ്റർ പറയുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ, അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയായിരുന്നു. ഞാനും മറുപടി പറയുന്നുണ്ട്, എന്തൊക്കെയോ വേണം, എന്ത് കാര്യമെന്ന് മറന്നുപോയി കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരും. ചേട്ടന് 7 മണിക്ക് തുടങ്ങി, 7 മണിക്കല്ല 6:15 6:30 ആകുമ്പോഴേക്കും ചേട്ടൻ ഡ്രസ്സ് മാറൽ യാത്രയാവലൊക്കെ തുടങ്ങും. പക്ഷേ 7:15 ആവുന്നവരെ ഡ്രസ്സ് മാറൽ യാത്രയാവല കേട്ടോ. എന്താ ഇത്ര ടൈം എടുക്കണമെന്ന് എനിക്കറിയില്ല. എങ്ങനെയും പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്, ചേട്ടൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടി വരിക. ഇപ്പോൾ പിള്ളേർ യാത്രയാവും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ ഇതിനൊക്കെ വീണ്ടും കയറും. ചേട്ടൻ പക്ഷെ അങ്ങനെയല്ല, കുറേ ജോലിക്ക് പോണ കാരണമാണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര നേരമാവും. അപ്പം ഞാനിങ്ങനെ പറയും, ഫുഡ് കഴിക്കി ഡ്രസ്സ് മാറുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. സ്കൂൾ കുട്ടികളോട് പറയണ പോലെ തന്നെയാണ് ചേട്ടനോടും. അല്ലെങ്കിൽ ആ ചെടിക്ക് വെള്ളം നനയ്ക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് നടക്കും. അപ്പോൾ നേരം വൈകും, എന്നിട്ട് പിന്നെ ഓട്ടോ പച്ചിലാവുമല്ലോ. അപ്പോൾ അത് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പാത്രം കഴുകൽ കഴിഞ്ഞു കേട്ടോ. പാത്രം കഴുകാനൊന്നും പറയാനുണ്ടായില്ല. പിന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു. അത്രയേ ഉള്ളൂ നമ്മുടെ അടുക്കളയിലത്തെ പണികളെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദ്യത്തിനെ വിളിച്ച് തംബ്നെയിൽ ഉണ്ടാക്കുന്ന പരിപാടി ഏൽപ്പിച്ചു. അതോടുകൂടി നമ്മുടെ ഫോൺ പോയല്ലോ. അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ചെറിയ ഭാഗങ്ങൾ മാത്രം ഞാൻ അവനെ തംബ്നെയിൽ ഉണ്ടാക്കുന്നതിനിടയിൽ ഷൂട്ട് ചെയ്തു എന്ന് മാത്രം. പിന്നെ രസം ചൂട് ആറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം ഒരു ബൗളിലാക്കി, ഒരു പോണിയിലാക്കി കണ്ടിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിന് അവിടെ കൊണ്ടുവച്ച് ഫാനൊക്കെ ഇട്ടു. പിന്നെ ചേട്ടനുള്ള ചോറ് പകർത്തി. അപ്പോൾ ആ ചോറ് പകർത്തി കഴിയുമ്പോഴേക്കും ആ ഫാൻ്റെ ചൂടെന്നൊക്കെ പറയണത് എന്താണാവോ ഇങ്ങനെ. പിന്നെ ഇത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാൻ, ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് പകർത്തി കഴിഞ്ഞപ്പം അവിയൽ പകർത്തണുണ്ടപ്പോൾ ചേട്ടന് അതിന് ഒരു ഇല വെക്കണം, നല്ല സ്മെല്ലുണ്ടാവും ഇത്ര ഉച്ചയ്ക്ക് തുറക്കുമ്പോൾ. അങ്ങനെ പറഞ്ഞ് പിന്നെ ഒരു ഇലയും കൂടി മുറിച്ച് അതും വെച്ചു. അങ്ങനെ അത് അടച്ചു വെച്ചു. പിന്നെ നമ്മുടെ രസം, ഇന്ന് അച്ചാറൊന്നുമില്ല കേട്ടോ. അച്ചാറൊക്കെ എല്ലാം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2-3 മാങ്ങയെടുത്ത് ഇടണമെന്നുണ്ട്. തട്ടിക്കൂട്ട് അച്ചാറൊക്കെ ഇപ്പോഴും തട്ടിക്കൂട്ട് അച്ചാറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ അതൊക്കെ കൊടുത്തയച്ച് ചേട്ടൻ്റെ പോക്ക് കഴിഞ്ഞു. പിന്നെ ഞാൻ അടുക്കള കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ഇവിടേക്ക് അടിച്ച് വാരി അടുക്കളയ്ക്കൊന്ന് തുടച്ചെടുത്തു. അടുക്കള എപ്പോഴും ഇത്തിരി വെള്ളം കൂട്ടി ഒരു പ്രാവശ്യം തുടച്ച്, പിന്നെ വെള്ളം കുറച്ച് ഒരു പ്രാവശ്യം തുടയ്ക്കുമ്പോഴാണ് അടുക്കൊക്കെ പോവാം. പിന്നെ എനിക്ക് തോന്നി ആകെ വൃത്തികേടാണ്, ഒന്ന് അടിച്ച് വാരാൻ തോന്നിയാണ്ട് എല്ലായിടത്തും ഒന്നും അടിച്ച് വാരില്ല. അതിൻ്റെ റൂം അടിച്ച് വാരേണ്ട, അടുക്കള പിന്നെ നമ്മൾ ഓൾറെഡി വൃത്തിയാക്കിയല്ലോ. പിന്നെ ആ ബെഡ്റൂം, ഈ ഹോളും ആ വരാന്തയും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞതാ ഒന്ന് മുറ്റടിച്ചിട്ടു. ബാക്ക് ഭാഗം ഞാൻ എഴുന്നേറ്റ വഴി തന്നെ എനിക്ക് ആകെ ഒരു വൃത്തികേട് തോന്നിയിട്ട് മുറ്റടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂച്ചയ്ക്ക് ചോറ് കൊടുത്തപ്പം പിന്നെ ഇവിടെയും ഒന്ന് മുറ്റടിച്ചിട്ടു. പിന്നെ തുണികളൊക്കെ ഉണങ്ങി അവിടെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, അതും കൂടി ഒന്ന് വിരിച്ചിട്ടു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടി ഒന്ന് പറയുക. ഷോർട്ട് വീഡിയോ നല്ല വ്യൂസ് കയറുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് വലിയ വീഡിയോ കയറിയാലാണ് നമുക്ക് അത്ര കാര്യമുള്ളൂ. അപ്പോൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോയില്ലല്ലോ.